ورتل القرآن ترتيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ബിസ്മി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അൽ-ലഹൻ എന്നതാണ്. ലഹൻ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം വ്യതിചലിച്ചു പോവുക, തെറ്റിപ്പോവുക എന്നൊക്കെയാണ്. തജ്വീദിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിൽ ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കുന്ന അബദ്ധങ്ങൾക്കാണ് മൊത്തത്തിൽ ലഹൻ എന്ന് പറയുന്നത്. ലഹൻ രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ-ലഹ്നുൽ ജലി, രണ്ട് അൽ-ലഹ്നുൽ ഖഫി എന്നാണ്. അൽ-ലഹ്നുൽ ജലി എന്ന് പറഞ്ഞാൽ വ്യക്തമായ അബദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറക്കത്തുകളിൽ മാറ്റം വരുത്തുക. ഉദാഹരണത്തിന് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയേണ്ടടുത്ത് സിറാത്തുല്ലദീന അൻഅംതു അലൈഹിം എന്ന് പറയാം. താ ഫത്ഹിന് പകരം ലൊമ്മ കൊടുക്കുക. അൽഹംദുലില്ലാഹി എന്ന് പറയേണ്ടടുത്ത് അൽഹംദലില്ലാഹി ദാലിന് ഫത്ഹ് കൊടുക്കുക. ഇങ്ങനെ ഹറക്കത്തുകളിൽ മാറ്റം വരുത്തുന്ന അതാണ് ലഹ്ന് ജനിയുടെ ഒരവസ്ഥ. ഹറക്കത്തുകളിൽ ഇങ്ങനെ മാറ്റം വരുത്തുക എന്നതാണ്. മറ്റൊന്ന് ഒരു അക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം ഉച്ചരിക്കുക. ഉദാഹരണത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നിടത്ത് ഖാഫിന് പകരം കാഫ് ഉച്ചരിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയാം. ഖലഖസ്സമാവാത്തി എന്ന് പറയേണ്ടടുത്ത് ഖ എന്ന അക്ഷരത്തിന് പകരം ഖാഫ് പറയാം, ഖലഖസ്സമാവാത്തി എന്ന് പറയാം. ഇങ്ങനെ ഒരക്ഷരത്തെ മാറ്റി ആ സ്ഥാനത്ത് മറ്റൊരക്ഷരം ഉച്ചരിക്കുന്ന അത്തരം അബദ്ധങ്ങളും ലഹ്ന് ജനിയിലാണ് പെടുക. അതുപോലെ തന്നെ ദീർഘമില്ലാത്തടത്ത് ദീർഘം കൊടുക്കുക. ഉദാഹരണത്തിന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്ത് ഇയ്യാക നഅ്ബുദു എന്ന് നീട്ടുക, നഅ്ബുദു എന്ന് പറയാം. ഈ രൂപത്തിൽ ഹറക്കത്തുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം ഉച്ചരിച്ചുകൊണ്ടോ ദീർഘമില്ലാത്തടത്ത് വെറുതെ ദീർഘം നൽകിക്കൊണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന വളരെ വ്യക്തമായതും ഗുരുതരമായതുമായ അബദ്ധങ്ങൾക്കാണ് ലഹൻ ജലി എന്ന് പറയാം. ലഹൻ ജലി വന്നു കഴിഞ്ഞാൽ അധിക സന്ദർഭങ്ങളിലും ആശയം തന്നെ മാറിപ്പോകും. വളരെ ഗുരുതരമായ അബദ്ധമായിട്ടാണ് അത് കണക്കാക്കപ്പെടുക. എന്നതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള ലഹൻ ജലി ഒരു കാരണവശാലും നമ്മുടെ പാരായണത്തിൽ വരാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് നിഷിദ്ധമാണ് എന്നതാണ്. രണ്ടാമത്തേത് അൽ-ലഹ്നുൽ ഖഫി, ഗോപ്യമായ അബദ്ധം എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹറക്കത്ത് മാറുക അല്ലെങ്കിൽ അക്ഷരം മാറുക ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നുമല്ല, ഗുരുതരമായ അബദ്ധമൊന്നുമല്ല. മറിച്ച് ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം പോലെയുള്ള അങ്ങനെയുള്ള നിയമങ്ങൾ ശ്രദ്ധിക്കാതെ അവിടെ അബദ്ധം വന്നുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ് ലഹ്നു ഖഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്ഗാം എന്നിടത്ത് വരുന്ന ലഹ്നു ഖഫി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് മൻ യഅ്മൽ എന്നാണ് ഓതേണ്ടത് ഇദ്ഗാം അനുസരിച്ച്. അവിടെ മൻ യഅ്മൽ എന്ന് മണിക്കാതെ ലയിപ്പിക്കാതെ മൻ യഅ്മൽ എന്നൊരാൾ ഓതി, മൻ യഅ്മൽ ഇങ്ങനെ ഓതിയാൽ അത് ലഹ്നു ഖഫിയാണ്. ഇങ്ങനെ ഓതിയത് കൊണ്ട് അവിടെ അർത്ഥം മാറുന്ന പ്രശ്നമൊന്നും വരില്ല, ആശയത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. മൻ യഅ്മൽ എന്ന് ഓതിയാലും മൻ യഅ്മൽ എന്ന് ഓതിയാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പം ഇങ്ങനെ അർത്ഥം മാറാത്ത, ആശയത്തിൽ പ്രശ്നങ്ങളൊന്നും വരാത്ത രൂപത്തിൽ വളരെ ലളിതമായ ഗോപ്യമായ അബദ്ധങ്ങൾക്കാണ് ലഹ്ന് ഖഫി എന്ന് പറയാം. ലഹ്നു ഖഫി മനഃപൂർവ്വം ഒരാൾ വരുത്താൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഇനി അറിയാതെ വന്നുപോയാൽ പ്രശ്നമൊന്നുമില്ല, കുറ്റക്കാരനാവില്ല. ആദ്യം പറഞ്ഞ ലഹ്ന് ജലി പോലെയല്ല, മറിച്ച് പരമാവധി ഒരാൾ ശ്രദ്ധിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ഒരു പക്ഷേ തെറ്റിച്ചാലും കുറ്റമൊന്നുമല്ല, കാരണം അതിൻ്റെ അർത്ഥമൊന്നും മാറാത്തത് കൊണ്ട് തന്നെ കുറ്റകരമൊന്നുമല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് പൊതുവെ അബദ്ധങ്ങൾ കണ്ടുവരുന്നത്. അതാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.